എടുത്തോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. രണ്ടെണ്ണം എഴുതിയിട്ട് പറയാം. നാലാമത്തേത് ഡിലീഷൻ ആണ്. കഴിച്ചു എല്ലാവരും? ഒന്നാമത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആയിരത്തി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ശരി. പരാമർശിച്ചിരിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഉയർത്തി കാണിക്കുന്നു. ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻസ് ഏത്? രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. എയും ബിയും. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 ഫസ്റ്റ് പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. നാലാമത്തെ വേണ്ട കേട്ടോ, 4 ക്യാൻസൽ ആണ്. 3 മൂന്നാമത്തെ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. തെറ്റായത്. കണ്ണൂർ ജില്ലയിലെ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട മാർച്ച് 28 പുന്നപ്ര വയലാർ സമരം 46. തെറ്റായ പ്രസ്താവന. അഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ നായകൻ ശുഭമാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 37ാമത് ക്യാപ്റ്റൻ ആണ്.
മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. രോഹിത് ശർമ്മയുടെ ബെൻഗാമി. ആറാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ്, തൂവൽ രൂപം സിറസ്, പഞ്ഞിക്കെട്ട് പോലെ ക്യുമുലസ്, ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത് സ്ട്രാറ്റസ്. ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രം ആണ്. ഉപദ്വീപീയ പീഠഭൂമി, ത്രികോണാകൃതി, ലാവ തണുത്തുറഞ്ഞ്, ശരാശരി ഉയരം 600,000 മീറ്റർ. ഓപ്ഷൻ രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. തൊണ്ണൂറ് ശതമാനവും ബിറ്റുമിനസ് ആണ്. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും ആയിട്ടുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പതിനൊന്ന് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. മൂന്ന് മാത്രം ശരി. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തില് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി പരിമിതപ്പെട്ടു. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിന്ന് സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹാരമായി. മൂന്ന് മാത്രമേ ഉള്ളൂ ശരിയായിട്ട് വരും. പന്ത്രണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്.
വ്യവസായ മേഖലയിലെ പരിഷ്കാരം, വിപണിയെ അനുവദിച്ചു. ധനകാര്യ പരിഷ്കാരം, ബാങ്കുകൾ നിലവിൽ വന്നു, സ്വകാര്യ ബാങ്കുകൾ. ഫോറിൻ കറൻസി അനുസരിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് നിശ്ചയിച്ചു തുടങ്ങി. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിച്ചു. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. പതിമൂന്ന് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആരോഗ്യം. നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റല്ലാത്ത പ്രസ്താവന, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവന. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് 2015 നിലവിൽ വന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങൾ ആയിരിക്കും. നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കെഴുത്താണ് നീതി ആയോഗ്. സോറി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആദ്യ യോഗം നരേന്ദ്രമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. 2024 സാമ്പത്തിക നോബൽ പ്രൈസ് ക്ലാഡിയ ഗോൾഡിൻ ഉൾപ്പെടാത്തത്. അവര് 2023 22 കണ്ട് നേടിയിട്ടുള്ള അല്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം 16. ആൻസർ ഈസ് ഓപ്ഷൻ സി, നവംബർ 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. 17. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2ഉം 4ഉം. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സമ്പ്രദായം കാനഡ. അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 55. 19. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കൂറുമാറ്റം 52ാം ഭരണഘടനാ ഭേദഗതി.
20 ആൻസർ ഈസ് ഓപ്ഷൻ എ. തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല വയനാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് എൻ.എ. പൽക്കിവാല. നഗരങ്ങളുടെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി 22 ആൻസർ ഈസ് ഓപ്ഷൻ എ ഉഷസ്. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടി ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് 23 ആൻസർ ഈസ് ഓപ്ഷൻ ബി കുമരപ്പ കമ്മിറ്റി. ഇതെല്ലാ ക്ലാസ്സും നമ്മൾക്ക് ആപ്പിനകത്തൂടെ കിട്ടും. ഫ്രീ ക്ലാസ് ആണ്. അപ്പൊ അത് 1:30 അതിന്റെ ലിങ്ക് എല്ലാം ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് സിജി ബിജുസ് അക്കാദമി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതോടെ നിങ്ങൾ ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ആഴ്ചയിൽ ഒരു 5 ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി 9A. മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടാണ്. പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 തന്നെ വരും പാർട്ട്. ഷെഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ 11. മുനിസിപ്പാലിറ്റി ഷെഡ്യൂൾ ചോദിച്ചാൽ 12. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 25 ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 2, 4. ബ്രിക്സ് 16-ാം ഉച്ചകോടി ബ്രിക്സ് 2006 ബ്രിക്സ് ആരംഭിക്കുന്നത്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. ശരിയായ പ്രസ്താവന 26 ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 3 ശരിയെന്നാണ് എഴുതിയേക്കുന്നത്. കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, സ്ഥിരമായ കാലാവസ്ഥ എന്നിവയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണം. മലേറിയ രോഗത്തിന് കാരണമായിട്ടുള്ള രോഗാണു 27 ആൻസർ ഈസ് ഓപ്ഷൻ സി പ്ലാസ്മോഡിയം വൈവാക്സ്.
പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ 28. ഓപ്ഷൻ സി ഇൻസുലിൻ. ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് 29. ഓപ്ഷൻ സി അമേരിക്ക. മുപ്പത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. 2ഉം 3ഉം. പൂർണ്ണാന്തര പ്രതിപതനം പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. മുപ്പത്തിയൊന്ന്. ഓപ്ഷൻ ഡി ശരിയല്ലാത്തത്. ആദ്യത്തെ L1 പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ആണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. C-57 എന്ന് പറയുന്ന റോക്കറ്റിന് ആണ് സെപ്റ്റംബർ 2-നാണ് 2023 ഇത് വിക്ഷേപിച്ചത്. സൂര്യനിൽ നിന്ന് ഏകദേശമല്ല, ഭൂമിയിൽ നിന്ന് അല്ലെ? താഴെ കൊടുത്തിരിക്കുന്ന താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? 32. ഓപ്ഷൻ സി 3ഉം 4ഉം. 0°C = 32 ഡിഗ്രി ഫാരൻഹീറ്റ്. -40 ഡിഗ്രി ഈസ് ഈക്വൽ ടു -40 ഡിഗ്രി ഫാരൻഹീറ്റ്.
അതെന്തോ ഒരു കണക്ക്? ഓ അങ്ങനെ. താപനിലയുടെ തോതായിട്ടുള്ള കെൽവിൻ സ്കെയിലിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? 33. ഓപ്ഷൻ ബി ചാൾസ് നിയമം. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം 18, 16, 16. അതിനനുയോജ്യമായ ചിഹ്നം നൽകുക. 18ഉം 16ഉം കൂടെ കൂട്ടി എഴുതണം. 34. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അതൊരു കൊനിഷ്ഠ ചോദ്യമായിരുന്നല്ലോ. മാസ് നമ്പർ അല്ലേ മുകളിൽ എഴുതേണ്ടത്? 34 അല്ലേ വരേണ്ടത്? ഇനി ഇവരെന്തിനാ ഈ 2- ഒക്കെ ഇട്ട് വെച്ചേക്കുന്നു? മാസ് നമ്പർ ഈസ് ദ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം അല്ലേ? സോറി, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം അല്ലേ മാസ് നമ്പർ 34 വരുന്നത്? സോ അവിടെ ഇലക്ട്രോൺ മാത്രമല്ല ചേഞ്ചസ് വരുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇങ്ങനെ വരുന്നത്? +2 ഒന്നും വരത്തില്ല. നോർമലി മാസ് നമ്പർ ഇതെന്തോ എഴുതിയിരിക്കുന്ന എസ്സോ? ഒരു മൂലകത്തിന്റെ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം ഇലക്ട്രോൺ 18, പ്രോട്ടോൺ സോറി ഇലക്ട്രോണിന്റെ എണ്ണം 18, പ്രോട്ടോണിന്റെ എണ്ണം 16. ശരി. ഞാൻ ആലോചിച്ചത് തെറ്റിപ്പോയതാണ്. ഓക്കെ, ഞാൻ പറയാം. അതായത് 18, 16, 16 എന്നിട്ടല്ലേ? ഇത് ഇലക്ട്രോണ്, ഇത് പ്രോട്ടോണ്, ഇത് ന്യൂട്രോണ്. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്നിട്ടാണ് 32. ഞാൻ ഈ 18 ആണ് എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു പോയതാ, സോറി. എസ്. പിന്നെ താഴെ വരേണ്ട നമ്പർ എപ്പോഴും പ്രോട്ടോണിന്റെ എണ്ണം ആയിരിക്കും 16. പിന്നെ ഇലക്ട്രോൺ നമുക്ക് വരുന്നത് അഡീഷണലി 16നേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. സോ 2- ശരിയാണ്. എന്റെ ഒരു അശ്രദ്ധ മൂലമാണ്. ഐ എം സോ സോറി. അല്ല, ഇത് തന്നെയാണ് കറക്റ്റ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? അത്ര. ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് മൈനസ് വരണം. ഞാന് പിന്നെ 16 ആണെന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു പോയത്. 34 വരണമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞത്. ⁵. ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ. പരസ്പരം യോജിക്കാത്തവ 36 എന്ന് പറയുമ്പോൾ ഏതാ 36? ഓപ്ഷൻ ബി. 3ഉം 4ഉം ശരി അല്ല. 3, 4. പാട്ടബാക്കി ദാമോദരനോ? കേരള കലാമണ്ഡലം തൃശൂർ യക്ഷഗാനം പാർത്തി സുബ്ബ.
ഇനി ഈ ഒരു ചോദ്യം ഒരു പേപ്പർ ഫുൾ ഉണ്ട് കേട്ടോ. ഒറ്റ ചോദ്യമാണ്. പരീക്ഷയ്ക്കാണെങ്കിൽ നമ്മൾ ബോധം കിട്ടുകയും. ഒറ്റ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും, വേറെ ഒന്നും നോക്കണ്ട. ശരിയല്ലേ? 37B ലൂയി ഹാമിൽട്ടനെ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. Formula 1 നമ്പർ 1 കാർ ഡ്രൈവിംഗ്, വേറെ ഒന്നും നോക്കാൻ വേണ്ടി പോകരുത്. ബാക്കി അറിയാമെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, പക്ഷെ ബാക്കി പഠിച്ചു വെക്കണം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സത്യ കൃഷ്ണമൂർത്തി ബാസ്കറ്റ് ബോളർ. ക്രിസ്റ്റഫർ എൻ കുക ഫുട്ബോൾ. അതുമാത്രം അറിയൂല. ലൂയി ഹാമിൽട്ടന്റെയോ? അറിയത്തുള്ളെന്ന്. ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ്. 38 ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം? വാങ്കും ഒരു ഭയങ്കര കാമുകനും. പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 39 ഓപ്ഷൻ ഡി. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടുകൂടി സ്വർണം നേടി. പാൻ ജെൻലി, അത് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത്. പാകിസ്ഥാന്റെ അർഷാദ് നദീം 1ാം സ്ഥാനത്തോടു കൂടിയിട്ട് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ജാവലിൻ ത്രോയില്. 2ാം സ്ഥാനം നേടിയത്, വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. സമ്മർ വിന്ററും പാരീസിൽ തന്നെ. ഈ ചോദ്യ പേപ്പറിനകത്ത് 40 ജനറൽ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. നാൽപ്പതാമത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി. മാലിക് ദിനാർ കാസർഗോഡ്. കൂടൽമാണിക്യ ക്ഷേത്രം തൃശ്ശൂർ. കൂടൽമാണിക്യം ചെയ്താൽ കിട്ടുമായിരുന്നോ? ഇല്ല.
അനന്തനാഥസ്വാമി ക്ഷേത്രം വയനാട്. ഉദയംപേരൂർ സുന്നഹദാസ് എറണാകുളം. അത് ചെയ്താൽ കിട്ടുമായിരുന്നു അല്ലേ? അനന്തസ്വാമി അല്ലല്ലോ, അത് വേറെ ഏതാണ്ടാണല്ലോ കാസർഗോഡുള്ളത്. ഓക്കെ, അപ്പൊ മാർക്കൊക്കെ നിങ്ങൾ കൂട്ടി വെക്കൂ. എല്ലാ ദിവസവും നമുക്ക് 10:30-ക്കാണ്, സോറി 1:30-ക്കാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത്, നെക്സ്റ്റ് മൺഡേ മുതൽ. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പേപ്പർ 2-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിച്ച് ബാക്കിയുള്ള ടോപ്പിക്സ് PDF പ്ലസ് റെക്കോർഡ് സെഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 399 ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ കോഴ്സ് പോലെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 വേണമെങ്കിൽ 799 ആണ്. എല്ലാ കോഴ്സും അവിടെ അവൈലബിൾ ആണ്. 700-ഓളം വീഡിയോസും അതിന്റെ PDF-ഉം എല്ലാം അവൈലബിൾ ആണ്. നല്ലതായിട്ട് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട ഫോക്കസ് ഏരിയ മാത്രം വേണമെങ്കിൽ റിവിഷൻ ചെയ്യാനും സാധിക്കുന്നതാണ്. 1:30-ക്കാണ് വരുന്നത്. +2 ലെവൽ ഓഫ് GK പ്ലസ് സയൻസ് നമുക്ക് ക്ലാസ്സിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 12 മണി മുതൽ 1 മണി വരെയാണ്. മൺഡേ ടു ഫ്രൈഡേ വരെ എല്ലാ ദിവസവും റിവിഷൻ ഉണ്ടായിരിക്കും. GK പ്ലസ് സയൻസ്. ദെൻ 10th ലെവലിൻ്റെ 500 rupees ആണ്. വെബ്കോയ്ക്കും BFAക്കും കമ്പനി ബോർഡ് LGSനും അസിസ്റ്റന്റ് പ്രൊഫസണൽ ഓഫീസർക്കും ഒക്കെ യൂസ് ചെയ്യാം. ഇനി രണ്ടും കൂടെ ഉള്ള കോംബോ വേണമെങ്കിൽ 799 ആണ് പേ ചെയ്യേണ്ടത്. GK പ്ലസ് സയൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സിന്റെ ഓരോ ദിവസവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും വരുന്നത്. എല്ലാ ദിവസവും രണ്ടിനകത്തും റിവിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ആപ്പിലാണ് ക്ലാസ് വരുന്നത്, ടീച്ച്മെന്റ് ആപ്പില്. ലൈവ് കാണാൻ പറ്റുന്നവർക്ക് റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ഇത്രയും നാളത്തെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് നമ്മൾ ദിവസവും റിവിഷൻ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാനും സാധിക്കുന്നതാണ്. 40-ൽ 28 നഷ്മു. ഓക്കെ, മാർക്ക് കുറവായിരുന്നു ഇന്ന്, എന്തോ പറ്റി എല്ലാവർക്കും? 28 ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 28 എല്ലാം 28 റേഞ്ച് നിൽക്കുന്നു. 25, 27, 24. അപ്പൊ ഈ ചോദ്യം ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. ഡ്രൈവർ പരീക്ഷ ആണ്, പക്ഷെ എന്നാലും നല്ല ക്വസ്റ്റ്യൻ. 24. ഓക്കെ. ഇനി നമുക്ക് തിങ്കളാഴ്ചയാണ് ക്ലാസ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ എല്ലാം PDF-ഉം ക്ലാസ്സസും എല്ലാം ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും, CG Bijus അക്കാദമിയിൽ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. PDF വന്നോ നോക്കൂ. Okay, bye-bye. Thank you and love you all.